ഈ വീഡിയോ കുറേ മുമ്പ് ഇടാനുള്ളതായിരുന്നു, പറ്റിയില്ല. ഇത് ഇടാതിരിക്കാൻ തോന്നിയില്ല. ഇടയ്ക്ക് ചില വീഡിയോസ് കൃത്യസമയത്ത് ഇട്ടതുകൊണ്ടാണ് ഇത് ഇടാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇത് ഞാൻ ഇപ്പോൾ ഇടുന്നു. ഹലോ, ഇന്ന് രാവിലെ നമ്മൾ ചുട്ടത്തല അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഉത്സവത്തിനുള്ള വിറക് എടുക്കാനുണ്ട്. കുറച്ച് പേര് കൂടെ വരാനുണ്ട്, അപ്പോൾ അവരെ വെയിറ്റിംഗ് ആണ്. നേരത്തെ ഒരു ടീം വന്നായിരുന്നു. ട്രക്കിങ് ഇവിടെയാണല്ലേ മരം മുറിച്ച? ആദ്യം ഓരോരുത്തരായിട്ടാണ് വിറവ് കൊണ്ടുപോയത്. പിന്നെ പ്ലാൻ ചേഞ്ച് ആക്കി. പിന്നെ എല്ലാവരും നിരന്ന് നിന്ന് വിറവ് കൈമാറി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എനിക്ക് വയ്യാതായപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ആ സമയം കുറച്ച് വീഡിയോ എടുത്ത് എന്നിട്ട് ബാക്കി പറക്കാൻ വെച്ചു. അങ്ങനെ വിറവ് പറക്കി തീർന്നു. ഇനി വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോകണം. എല്ലാം കൂടെ ഒരു ട്രിപ്പിൽ കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് 2 ട്രിപ്പ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അമ്പലം എത്തി. ഇനി അടുത്ത സെക്ഷൻ വിറവെടുക്കാൻ വേണ്ടി പോവാണ്. പണിയെടുത്തോണ്ടിരുന്നപ്പോൾ തണ്ണിമത്തം വാങ്ങിച്ചുകൊണ്ട് വന്നു. വഴുത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടത്തെ വിറവ് പറക്കി തീർന്നു. അങ്ങനെ എല്ലാവരും തിരിച്ചു വരികയാണ്. ട്രിപ്പ് 3. ഞാൻ വിചാരിച്ച് 2 ട്രിപ്പേ ഉള്ളൂ, പക്ഷേ ഇനി കോലിയക്കോട്ട് കുറച്ച് വിറവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം 3ാമത്തെ ട്രിപ്പ് പോകുന്നു. വണ്ടിയിലെ പൊടി മൊത്തം കണ്ണിടിച്ച് കയറി. ഇവിടെ 2 ചുറ്റും കൂടെ അമ്പലത്തിൽ തൊഴുവാൻ വേണ്ടി എന്നെ വിളിച്ചായിരുന്നു. ഇവിടെ താമസിച്ചു. അപ്പം ഞാൻ സദ്യയ്ക്ക് ചെല്ലാമെന്ന് പറഞ്ഞു. പനി വിറവിറക്കി തീർന്നപ്പോൾ ആരോ ബ്രെഡും വെള്ളം കൊണ്ടുവന്നു. അങ്ങനെ അത് കഴിച്ച് വരവിത്ത് അമ്പലത്തിലെത്തി. ഇപ്പോൾ തണ്ണിമത്തൻ ജ്യൂസാക്കി കുടിക്കാമെന്ന് പറഞ്ഞ് ഐസ് വാങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും തണ്ണിമത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്തിടുകയാണ്. ബാക്കിയുള്ളവർ ഇവിടെ അമ്പലത്തിലെ വേസ്റ്റ് വെള്ളത്തിന് മറ്റുള്ള കുഴിക്ക് സ്ലാബ് ഇടുന്നു. അപ്പോൾ ഞാൻ താമസിച്ചു. പെട്ടെന്ന് ഞാൻ അമ്പലത്തിലോട്ട് പോട്ടെ. ഇവിടെ ഭയങ്കര ക്യൂ. ഞാൻ വരാൻ താമസിക്കണമെങ്കിൽ അവരോട് കയറി ഉണ്ണാൻ പറഞ്ഞു. അപ്പോൾ അവർ കയറി. അവർക്ക് പെട്ടെന്ന് പോകാനുള്ള അത്യാവശ്യമുണ്ട്. ഇനി ഞാൻ പോയി ക്യൂ നിൽക്കട്ടെ. ക്യൂ നിന്ന് അടുത്ത വണ്ടിയിൽ തന്നെ കിട്ടി. ഏറ്റവും ലാസ്റ്റ് ഒരു കസേര ഉണ്ടായിരുന്നു. അപ്പം വെളിയിൽ നിന്ന് എന്നെ വിളിച്ച് അകത്ത് കയറ്റി. അമ്മയ്ക്കിന്ന് പരിപാടിയുണ്ട്, അപ്പോൾ അതിൻ്റെ സെറ്റ് തേച്ച് കൊടുക്കാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ചപ്പാത്തി കുഴയ്ക്കണം. അമ്മയ്ക്ക് കൈ വയ്യ, അതുകൊണ്ട് ചപ്പാത്തി കുഴയ്ക്കാം. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി കുറച്ച് തുണിയുണ്ട്, അത് കഴുകണം. എന്നിട്ട് ചപ്പാത്തി വരത്തി ചുട്ടു വയ്ക്കാം. പരിപാടി കഴിഞ്ഞവരപ്പോൾ സമയം കിട്ടില്ല, അതുകൊണ്ട് നേരത്തെ എല്ലാം ചെയ്ത് വയ്ക്കാമെന്ന് പറഞ്ഞു. ഇതാകുമ്പോൾ മറ്റു പരിപാടി കണ്ടിട്ട് വരാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. എളുപ്പമായിരിക്കുമല്ലേ. ആദരവ് നൽകുന്നതിനായി നേരത്തെ ഇവിടെ അടുത്തുള്ള ഒരു കുട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. മഹോത്സവത്തിന്റെ 2ാം ദിവസമായിരുന്നു കോലിയക്കോട് ദേവി തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ അമ്മയുടെ പരിപാടി കഴിഞ്ഞു. എന്തോ ഉപഹാരം കിട്ടി. ഇന്ന് കുറച്ച് അരങ്ങേറ്റമുണ്ട് മെഴി സ്കൂൾ പോത്തൻകോടിലെ കുട്ടികളുടെ. ആദ്യമായി ഗണപതി സ്തുതി രംഗത്ത്
സ്വാമിയേ ശരണമയ്യപ്പ മണികണ്ഠനേ അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി ഇനി വീട്ടിലോട്ട് പോകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.